ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓവർ കാൽക്കുലേഷൻ എങ്ങനെ മടിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. എല്ലാവർക്കും മടിയുണ്ട്, പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുന്നില്ല, മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് മടി അല്ലെങ്കിൽ ഓവർ കാൽക്കുലേഷൻ എങ്ങനെയാണ് ഒരു മടിയുള്ള വ്യക്തിത്വത്തിലേക്ക് നമ്മൾ നയിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള കാൽക്കുലേഷൻ നമ്മൾക്ക് കൂടുതൽ അക്യുറേറ്റായിട്ട് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഓവർ കാൽക്കുലേഷൻ വരുന്നത്. റിയാലിറ്റിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബ്ലോക്കുകളിലേക്ക് നമ്മുടെ മൈൻഡ് നെഗറ്റീവായിരിക്കുന്ന സമയത്താണെങ്കിൽ ചെറിയ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ക്യാച്ച് ചെയ്ത ശേഷം അതിനകത്തുള്ള നെഗറ്റീവ് പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ പ്ലാനുകൾ ഫോർവേഡ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ലേസിനെസ്സിലേക്ക് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ വേണം, പക്ഷെ എന്നാൽ ഓവറായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമ്മുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ കാൽക്കുലേഷൻ നമ്മുടെ തന്നെ സ്കില്ലിനെ, നമ്മുടെ തന്നെ കഴിവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ ഒരു നല്ല സ്കില്ലോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ഓവർ കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഓവറായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓവറായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മാറ്റർ അല്ലെങ്കിൽ ആ സ്കില്ലിൻ്റെ ഏരിയയിൽ നമ്മൾ ഒരുപാട് അപ്ഡേഷൻസ് നടത്തും. ഈ അപ്ഡേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സിമ്പിളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്കില്ലിനെ തന്നെ നമ്മൾ പലപ്പോഴും ഫോർമാറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആ എൻവയോൺമെൻറ്റിന് അനുസൃതമായിട്ട് ചിലപ്പോൾ അത് സക്സസ് ആയി വരണമെന്നില്ല. അപ്പോൾ ഓവർ കാൽക്കുലേഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കില്ലിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓവറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ചെറിയ കാര്യങ്ങൾ കാൽക്കുലേഷൻസ് നല്ലതാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും ഒരുപാട് ഓവർ കാൽക്കുലേറ്റ് ചെയ്താലും ബന്ധങ്ങളിൽ പോലും പല ബന്ധങ്ങളും വഷളാവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു മാറ്റർ എന്ന് പറയുന്നത് മൈൻഡ് ഹാർഡ്നെസ്സാണ്. നമ്മൾ ഓവറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആവലാതി പിടിച്ച് കുറേ കാൽക്കുലേഷനോട് കൂടി ഒരു റിയാലിറ്റിയെ സമീപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ മൈൻഡ് വല്ലാണ്ട് ഹാർഡാവും എന്നുള്ളതാണ്. നമ്മൾ സ്ട്രെസ്സും ഉത്കണ്ഠയുമേക്കാൾ ഉപരി നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ വല്ലാണ്ട് ഹാർഡായി മാറുന്നു എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ സ്വയം നയിക്കപ്പെടുക എന്നുള്ളതാണ് ഓവർ കാൽക്കുലേഷൻ കൊണ്ട് നമുക്കുണ്ടാവുന്ന റിസൾട്ട്. പലപ്പോഴും പല ആളുകളും ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യണം, എവിടെ എത്തിച്ചേരണം എന്നൊരു ലക്ഷ്യബോധം പോലും ഇല്ലാത്തതിൻ്റെ കാരണം നമുക്ക് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം കാൽക്കുലേഷൻ കൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാൻ അപ്പം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നൊരവസ്ഥയിലേക്ക് പലപ്പോഴും പോകുന്നത് ഈ മൈൻഡ് ഹാർഡ്നെസ് നിമിത്തമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓവർ കാൽക്കുലേഷൻ. അപ്പോൾ ആക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചെന്ന് പഠിക്കാൻ കൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ഓവറായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എൻഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലായിരിക്കും എപ്പോഴും നമ്മൾ എൻഡ് ചെയ്യുക. ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെ ഫിനിഷിങ് തിങ്കിങ് ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ളതാണ്. കാരണം ഹ്യൂമൺ മൈൻഡിന് എപ്പോഴും രണ്ട് ലെവലിലും വർക്ക് ചെയ്യാൻ സാധിക്കും. നെഗറ്റീവ് ലെവലിലും പോസിറ്റീവ് ലെവലിലും വർക്ക് ചെയ്യാൻ സാധിക്കും സാഹചര്യങ്ങളനുസരിച്ച്. അപ്പോൾ മിക്കവാറും ഒരു 80% ആളുകളും നെഗറ്റീവ് ചിന്താഗതിയുള്ളവരും അതിനെ ഭയപ്പെടുന്നവരും ആയതുകൊണ്ട് തന്നെ അവർ ഒരു നെഗറ്റീവായിട്ടുള്ള ഫിനിഷിങ്ങിലായിരിക്കും അവരുടെ പ്ലാനിങ്ങും തിങ്കിങ്ങും ഒക്കെ അവസാനിപ്പിക്കുന്നത്.
എന്നിട്ട് പ്ലാനിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പെട്ടെന്ന് പിൻവാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഓവർ കാൽക്കുലേഷൻ കൂടിയാൽ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷനാണ്. നമ്മൾ വിചാരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടേതായ കൺട്രോളിലുള്ള കാര്യങ്ങളാണ് എല്ലാം എന്നുള്ളതല്ല. മനസ്സ് തന്നെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നത്. നമ്മുടെ മനസ്സ്, ബോഡി, ബുദ്ധി ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ട് അതിനകത്തേക്ക് മൂവ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്. എങ്കിൽ കൂടിയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോവാനായിട്ട് ഒരിക്കലും നമ്മുടെ മനസ്സോ ശരീരമോ ബുദ്ധിയോ അനുവദിക്കില്ല. അവരായിരിക്കും നമുക്ക് ഏറ്റവും നമ്മുടെ ലക്ഷ്യത്തിനെതിരെ നിൽക്കുന്ന വസ്തുത. അപ്പോൾ നമ്മൾ ഓവർ കാൽക്കുലേഷൻ ചെയ്താൽ കൂടിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എത്രയും വേഗം നമ്മൾ അത് പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാനായിട്ട് റെഡിയാവുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ഓവറായിട്ടുള്ള കാൽക്കുലേഷൻ, അതായത് നമ്മുടെ ഈ ബലഹീനമായ മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം എപ്പോഴും ഈ ഓവർ കാൽക്കുലേഷനെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള കാൽക്കുലേഷൻസ് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ അബ്സോർബ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. കാരണം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും ഒക്കെ വേണ്ടത് കംഫർട്ട് സോണാണ്. അതിൽ നിന്ന് ഒരിക്കലും പൊട്ടിച്ച് പുറത്ത് കിടക്കാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ട് അതുപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചാൽ കൂടിയും ചിലപ്പോൾ നമ്മുടെ ഓവറായിട്ടുള്ള കാൽക്കുലേഷൻ മിക്കവാറും ആ ഡിസിഷനെ പിന്നോട്ട് വലിക്കുകയും പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഓവർ കാൽക്കുലേഷൻ ഒരിക്കലും നമുക്ക് നല്ലത് വരുത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ബന്ധങ്ങളിലായാലും ഭർത്താവ് ഭാര്യ ഇവരുടെ ബന്ധങ്ങളിലായാലും ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്ന, ലോജിക്കലി മാത്രം ജീവിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഇങ്ങനത്തെ ഓവർ കാൽക്കുലേഷൻസാണ്. ബന്ധങ്ങളിൽ ഒരിക്കലും വർക്കൗട്ടാവാത്ത ഒരു കാര്യമാണ് ഓവർ കാൽക്കുലേഷൻ. പിന്നെ ഒരു കാര്യം മറ്റൊരു മാറ്റർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഓവർ കാൽക്കുലേഷൻ ഫിയർ കൊണ്ടുവരുന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, പുറമേ നിന്ന് മാത്രം ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസും നമ്മൾ ഓവറായിട്ടുള്ള കാൽക്കുലേഷൻസും നമ്മളെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഡൗട്ടും കൺഫ്യൂഷനും ഫിയറും കൊണ്ടുവരാനായിട്ട് പലപ്പോഴും കാരണമാകുന്നുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ അത് അറിയാറില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മുടെ ചിന്തയുടെ പ്രശ്നമല്ല, മറ്റുള്ളവരുടെ ചിന്തയുടെ പ്രശ്നമാണ് ആ ഫിയർ വന്നിട്ട് നമ്മൾ പിൻവാങ്ങിയതിൻ്റെ റീസൺ. പല സക്സസ്ഫുള്ളായിട്ട് പോകേണ്ടിയിരുന്ന പല കാര്യങ്ങളിലും നമ്മൾ സക്സസ്ഫുൾ ആവാതിരുന്നതിൻ്റെ കാരണം ഈ ഓവർ കാൽക്കുലേഷൻ ഫിയറിലേക്ക് നമ്മൾ നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബേസിക്കായിട്ടുള്ള, പ്രത്യേകിച്ച് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഓവർ കാൽക്കുലേഷൻ എപ്പോഴും ഉണ്ടാവും. എല്ലാ ബന്ധങ്ങളെക്കുറിച്ചും മാത്രമല്ല, എല്ലാ അവസ്ഥകളെക്കുറിച്ചും. നമ്മുടെ ഇപ്പോൾ പ്രൊഫഷൻ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എല്ലാത്തിനേക്കുള്ളും ഒരുപാട് അക്യൂറേറ്റായിട്ട് വളരെ സെൻസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളിൽ എപ്പോഴും ഒരു ഓവർ കാൽക്കുലേഷൻ്റെ ഒരു അവസ്ഥ സംജാതമാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ചിലപ്പോൾ ഒക്കെ നമ്മുടെ ഓവർ കാൽക്കുലേഷൻ നമ്മൾ ആൾട്ടർനേറ്റീവായിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ കൊണ്ടുവരാറുണ്ട്. ആൾട്ടർനേറ്റീവ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഓവറായിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒബ്സസ്ഡായിട്ട് കാൽക്കുലേഷനോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിസിഷനോട് കൂടിയാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ കിടക്കുന്നത്, പ്രത്യേകിച്ച് സ്ട്രേഞ്ച് എൻവയോൺമെൻറ്റിലേക്ക് കിടക്കുന്നത്. പക്ഷേ അവിടുത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സിനാരിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒബ്സസ്ഡായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളിൽ ഓരോ പടിയും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ചിലപ്പോൾ നമുക്ക് എഗെയിൻസ്റ്റായിട്ട് പല മൂവ്മെൻറ്റുകൾ നടത്തിയെന്ന് വരും. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ഈ ഓവറായിട്ടുള്ള കാൽക്കുലേഷനിൽ നമ്മുടെ കാൽക്കുലേഷനാണ് ശരിയെന്ന രീതിയിൽ ഒരുപാടങ്ങ് ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ
ഈ നമുക്ക് വരുന്ന മറ്റു ഓപ്പർച്യൂണിറ്റീസ് അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വേറൊരു സോഴ്സ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിനെ നമുക്ക് നമ്മുടെ ഡിസിഷനുമായിട്ട് കമ്പയർ ചെയ്ത് ബെറ്റർ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ വല്ലാണ്ട് ബ്ലൈൻഡായി പോകുന്ന ഒരവസ്ഥയും ഈ ഓവർ കാൽക്കുലേഷനിലൂടെ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആക്ച്വലി നമ്മുടെ ചുറ്റുമുള്ള ആക്ച്വലായിട്ടുള്ള കണ്ടീഷനുകളിലേക്ക് നമ്മൾ ഒരു ഫൈറ്റിംഗ് ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്ങിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഓവറായിട്ടുള്ള ഒരു കാൽക്കുലേഷനോട് കൂടി ഒരിക്കലും നമ്മൾ അതിനെ സമീപിക്കരുത്. അങ്ങനെ സമീപിക്കുന്ന പക്ഷം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറേ പ്രശ്നങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ലേസിനെസ്സും അതുപോലെ തന്നെ മൈൻഡിൻ്റെ വല്ലാത്ത ഹാർഡായിട്ടുള്ള അവസ്ഥകളും അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളും നമുക്ക് ഫ്യൂച്ചറിലേക്കൊരു പ്ലാൻ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥകളും കാര്യങ്ങൾ മാറ്റി മാറ്റി വയ്ക്കുന്ന അവസ്ഥകളുമൊക്കെ അതുമാത്രമല്ല ഇങ്ങനെ ഫിയറായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പേടിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓവറായിട്ടുള്ള കാൽക്കുലേഷൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് ഒഴിവാക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റക്കായി നിൽക്കില്ല. നമ്മുടെ നമുക്കുണ്ടായിരുന്ന നല്ല സ്കില്ലുകളിൽ പോലും നമുക്ക് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓവർ കാൽക്കുലേഷൻ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. പല കാര്യങ്ങളിലും സിമ്പിളായി ലിബറലായി ചിലപ്പോൾ നമ്മുടെ എടുത്ത ഡിസിഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തൽ വരുത്താനുമൊക്കെ സഹായിക്കുന്നത് ഓവർ കാൽക്കുലേഷൻ ഇല്ലാത്ത വ്യക്തികൾക്കാണ്. ഓക്കെ.